ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ ഒരു പൂവടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ രണ്ട് രീതിയിലാണ് ഇന്നിവിടെ പൂവട ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്ന് ആവിയിൽ വേവിച്ചതും മറ്റേത് എണ്ണയിലിട്ട് വറുത്തെടുത്തതുമാണ്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. ഇതിനായി എടുത്തിരിക്കുന്നത് തേങ്ങ, പഞ്ചസാര, ശർക്കര, പിന്നെ ഇതാ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതേ അളവിൽ തന്നെ നമുക്ക് വെള്ളം എടുക്കാം. എത്ര അരിപ്പൊടിയാണോ എടുത്തിട്ടുള്ളത് അതേ അളവിൽ വെള്ളവും ഇതിന് വേണ്ടത്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തിളച്ച് വരുന്നുണ്ട്. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് എടുത്തു വെച്ച അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ പൊടിയുടെ ചില ഭാഗങ്ങളിലൊന്നും വെന്ത് കിട്ടൂല. അപ്പോൾ ഇതിൻ്റെ വേവ് അനുസരിച്ചിട്ടാണ് നമ്മുടെ പൂവട നന്നാവുന്നത്. ഇനി ഇതിനെ ചൂടോട് കൂടി തന്നെ നല്ലോണം കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ കുഴച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഓരോ ഉരുളകളാക്കിയിട്ട് മാറ്റി വെക്കാം. വലിയ ഉരുളകളൊന്നും ആക്കണ്ട. നമ്മളൊരു പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന അത്രയും പോകുന്നൊരു ഉരുള മതി. ഇനി ഇത് പ്രസ് വെച്ചിട്ട് നമുക്കൊന്ന് പരത്തി കൊടുക്കാം. ഇതാ ഇത്രയും ഒരു വട്ടം മതി കേട്ടോ നമ്മുടെ പൂവടക്ക്. ഇനി ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കുന്നത് എണ്ണയിലിട്ടിട്ട് വേവിക്കുന്നതാണ്. അത് നമുക്ക് പഞ്ചസാരയും തേങ്ങയാണ് വേണ്ടത്. ആവിയിലാണ് വേവിക്കുന്നതെങ്കിലാണ് ശർക്കരയും തേങ്ങയും വേണ്ടത്. എണ്ണയിലാകുമ്പോൾ പഞ്ചസാരയും തേങ്ങയാണ് വേണ്ടത്. ഇനി നമുക്കിതിൻ്റെ 2 സൈഡും പിടിച്ചിട്ട് നമുക്കിതിനെ ഒട്ടിച്ചു കൊടുക്കാം. പ്രസ് വെച്ചിട്ടും ഈസി ആയിട്ട് നമുക്ക് പൂവട ഉണ്ടാക്കാം കേട്ടോ. ഞാനിവിടെ കൈ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ 2 സൈഡും ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേണമെങ്കിൽ ഒന്ന് ഡെക്കറേഷനൊക്കെ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പകുതി എടുത്തിട്ട് ഞാനിതവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ നമുക്കിത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു ഭാഗം വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് മറിച്ചിട്ടിട്ട് വേവിക്കാം. ഇപ്പോൾ 2 സൈഡും വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ആവിയിൽ വേവിക്കാനുള്ളത് ഫില്ല് ചെയ്യാം. ശർക്കരയും തേങ്ങയും കൂടി ഇട്ടിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി അതേപോലെ തന്നെ ഇതിൻ്റെ 2 സൈഡും പിടിച്ചിട്ട് നമുക്കിതുപോലെ ഒട്ടിച്ചെടുക്കാം.
അങ്ങനെ ഇതുപോലെയല്ല ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇഡ്ഡലി ചെമ്പ് എടുത്ത് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് തിളക്കാൻ വെക്കാം. അപ്പോൾ തിളച്ചിട്ടുണ്ട്, ആവിയൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൂവട ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ചെരിച്ച് വെച്ച് കൊടുക്കരുത്, ഓരോന്നും നമുക്ക് കുത്തനെയായിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്. എങ്കിൽ ആവി വന്നിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടുള്ളൂ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതി. ഓൾറെഡി ഇത് ഈ മാവ് നേരത്തെ വെന്തതാണല്ലോ, അപ്പോൾ ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ പൂവട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അടിപൊളി റെസിപ്പിയാണ്, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് വെക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഇതിനും അടിപൊളിയായ റെസിപ്പി കൊണ്ട് വീണ്ടും വരാം. ബൈ.